ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഇപ്പോൾ ഫിലിം സ്റ്റാർസ് ഉൾപ്പെടെ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഒരു വിത്തൗട്ട് ഫെയിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ, ഭയങ്കര സ്ലിം, കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ എന്ന് തോന്നുന്ന അത്രയും ഹെൽത്തിലിരിക്കുന്ന ആളുകൾക്ക് വരെ ഹാർട്ട് പ്രോബ്ലംസ് ഓൾ ഓഫ് എ സഡൻ വരും. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ആളുകളും അങ്ങനെയുള്ളവരും പറയുന്നത് എനിക്കിത് വരാൻ ഒരു സാധ്യതയില്ല, കാരണം ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, ഞാൻ ഫിറ്റാണ്, ഞാൻ ഓവർ വെയിറ്റ് അല്ല, എന്നെ നോക്കൂ, എനിക്ക് ചെറിയ തരിപ്പ് എന്താ പറയുക, ഒരു ഫാറ്റ് പോലും, ആവശ്യമില്ലാത്ത ഫാറ്റ് പോലും ശരീരത്തിലില്ല എന്ന്. വാട്ട് ഡു യു തിങ്ക് ഓഫ് ദിസ്? ഈ എക്സസൈസ് പറഞ്ഞത് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഹാർട്ടിന് മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എക്സസൈസ് നല്ലതാണ്. എക്സസൈസ് ഒരു ബ്ലേഡ് പോലെ, അത് ഒപ്റ്റിമലായിട്ട് എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിനും ഹെൽത്തിനും എല്ലാം നല്ലതാണ്. പക്ഷേ എക്സസൈസ് കൂടി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ശരീരത്തിന് അത് ഡാമേജ് വരും. അത് പല രീതിയിലുള്ള ഡാമേജ് വരും. അത് ഹാർട്ടിന് മാത്രമല്ല, ചിലപ്പോൾ ജോയിൻറ്റ് ഇഞ്ചുറീസ് വരും, മസിൽ ഇഞ്ചുറീസ് വരും, ലിഗമെൻറ്റ് ടയർ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എത്ര എക്സസൈസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഏജും നമ്മുടെ ലെവൽ ഓഫ് ഫിറ്റ്നസ്, നമ്മുടെ സ്റ്റാമിന, നമ്മുടെ ബാക്കിയുള്ള ഹെൽത്ത് കണ്ടീഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ പേഷ്യൻ്റ് ഗെറ്റ്സ് ഒരു ഡയറ്ററി പ്രിസ്ക്രിപ്ഷൻ പേഷ്യൻ്റ് കിട്ടും, പേഷ്യൻ്റ് ഒരു ആക്ടിവിറ്റി പ്രിസ്ക്രിപ്ഷൻ, അതായത് ഏത് ലെവൽ ഓഫ് എക്സസൈസ് വരെ പേഷ്യൻ്റ് ചെയ്യാൻ പറ്റും. അത് കൂടി പോകരുത്, കുറഞ്ഞു പോയതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. അത് എത്ര നാളുകൊണ്ട് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമുക്ക് കിട്ടാറുണ്ട്. ഈ അടുത്തിടെ നമ്മൾ പത്രത്തിലൊക്കെ ന്യൂസ് വായിച്ചിട്ടുണ്ട്, 45 വയസ്സുള്ള 3 ഇമ്പോർട്ടൻറ്റ് VIP ഇവിടെ ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർഡിയക് അറസ്റ്റ് വന്ന് മരിച്ചുപോയി എന്നുള്ള നമ്മൾ കേട്ടതാണ്. അതിനകത്ത് 2-3 ഫാക്ടർ ഉണ്ട് കേട്ടോ. ഈ ഫിലിം സ്റ്റാർസ് ചെയ്യുന്ന എക്സസൈസ് പലതും അവരുടെ ആ എക്സസൈസിൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാം, അത് അവരുടെ ഏജിലും അവരുടെ ഇതിനു വേണ്ടിയിട്ടും ചെയ്യുന്ന ഒരു എക്സസൈസ് അല്ല. ഇപ്പോൾ ബാഹുബലിയിൽ അഭിനയിക്കാനായിട്ട് അവരുടെ മസിലും ബോഡിയും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യും. ഇപ്പോൾ സിൽവസ്റ്റർ സ്റ്റാലോണിൻ്റെ ഒരു മൂവിയിൽ ഫസ്റ്റ് ബ്ലഡിനകത്ത് പുള്ളി അഭിനയിക്കാനായിട്ട് പുള്ളിക്ക് 6 പൗണ്ട് ഓഫ് മസിൽസ് ഒരു ഷോർട്ട് പീരീഡിലേക്ക് ബിൽഡ് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇൻറ്റൻസ് എക്സസൈസ് ചെയ്യും, അതിൻ്റെ കൂടെ ഈ സ്റ്റിറോയിഡ്സ്, അനാബോളിക് സ്റ്റിറോയിഡ്സ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എടുക്കും. അപ്പോൾ എന്നാലേ അവർക്ക് ആ ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സിൽവസ്റ്റർ സ്റ്റാലോണിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലുക്കല്ല. അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് ആക്കിയെടുക്കാനാണ് നോർമലല്ല. അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ അബ്നോർമലാണ്, അത് ഹെവി ആയിട്ടുള്ള സംഗതി, ഒരു സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാമിൽ കൂടെ അവർ കടന്നു പോകുന്നത്. അപ്പോൾ അത് നോർമലല്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ആക്ഷൻ ഒന്നും ചെയ്യണം. ഇവരങ്ങനെയാണ് ചെയ്യണത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ജാപ്പനീസ് സുമോ ഗുസ്തിക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ചെറുപ്പം മുതലേ അവരുടെ ബോഡി വെയിറ്റ് ആ ഒരു സ്പോട്ടിന് വേണ്ടിയിട്ട് ആക്കിയെടുക്കും. അത് കഴിഞ്ഞാൽ സുമോ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ അതിൽ നിന്ന് റിട്ടയർ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി അവർ ഡയറ്റ് നോക്കി വെയിറ്റ് കുറയ്ക്കും. ഇല്ലെങ്കിൽ അവർ ഒരു 5-6 വർഷം കൂടെ ജീവിച്ചിരിക്കുള്ളൂ ഒക്കെ. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ മനുഷ്യർ 99.9% ആൾക്കാർ സാധാരണ മനുഷ്യരാണ്. അവർക്ക് വേണ്ടത് അവരുടെ ഹെൽത്ത്, അസുഖങ്ങളില്ലാണ്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഹെൽത്താണ്. അപ്പോൾ ഒരു ആവറേജ് ലെവൽ ഓഫ് എക്സസൈസ്, ഒരു സിമ്പിൾ വേർഡ് പറഞ്ഞാൽ മോഡറേഷൻ. എവറിത്തിങ് ഇൻ മോഡറേഷനാണ്. എവറിത്തിങ് ഈസ് ഗുഡ്. എക്സസൈസ് ആണെങ്കിലും മോഡറേഷൻ വേണം, സന്തോഷമാണെങ്കിലും മോഡറേഷൻ വേണം, ആഘോഷമാണെങ്കിലും മോഡറേഷൻ വേണം, ഔട്ടിംഗ് ആണെങ്കിലും മോഡറേഷൻ വേണം. എല്ലാം മോഡറേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ അപകടമൊന്നുമില്ല. എക്സ്ട്രീമിൽ പോകുമ്പോഴാണ് പ്രശ്നം വരിക. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത്, അമൃതം എല്ലാം വിഷമാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് ഹാർട്ട് ഡിസീസ് ഓഫ് കോഴ്സ് ഉണ്ടാവില്ല. അത് എന്തൊരു മെലിഞ്ഞിരിക്കുന്ന ആളാണ്, എന്നിട്ട് അയാൾക്ക് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ കൊളസ്ട്രോൾ വന്നു എന്ന് നമ്മൾ ചോദിക്കും. ഇത് രണ്ടിനും തമ്മിൽ എന്തെങ്കിലും ഹാർട്ട് ഡിസീസിന് റീസൺസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ബോഡി വെയിറ്റ് ഇസ് വൺ, ഒബീസിറ്റി ഒരു റീസണാണ്, തിൻ ബിൽറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ജീൻസ് വഴി കിട്ടുന്ന സംഗതികളുണ്ട്. ചില കണ്ടിട്ടുണ്ട് 20 വയസ്സാവുള്ളൂ, തിൻ ബിൽറ്റ് ആണ്, പക്ഷേ അവർ 3 നേരം ഇൻസുലിൻ എടുക്കണമെന്ന് കേട്ടിട്ടുണ്ട്. വേറെ ഒരു അപ്പച്ചനെ ഞാൻ കണ്ടിട്ടുണ്ട്, 75 വയസ്സ് ഉണ്ട്, നല്ല മധുരം ഇഷ്ടം പോലെ അടിച്ചു കയറ്റും, പക്ഷേ പുള്ളിക്ക് പ്രമേഹവും ഇല്ല, ഷുഗറും ഇല്ല, ഒന്നുമില്ല. അത് അവരുടെ ബയോളജിക്കൽ ഡിഫറൻ്റ് ആണ്. നമ്മൾ എല്ലാ പേഴ്സണും ഡിഫറൻ്റ് ആണ്. നമ്മൾ രണ്ടുപേരും ഡിഫറെൻറ്റ് ബയോളജിക്കൽ മേക്കാണ്. അപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇത് വേറെ എന്നില്ല. അപ്പോൾ സിഗരറ്റ് വലിച്ച് 75 വയസ്സ് വരെ സിഗരറ്റ് വലിച്ചിട്ട് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 17 വയസ്സിൽ സിഗരറ്റ് വലിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന ബികോം സ്റ്റുഡൻറ്റിന് എനിക്കുണ്ട്. അപ്പോൾ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. നമുക്ക് ജനറൽ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം അതിന് എപ്പോഴും അപ്പുറത്തൊരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ഞാൻ ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, എനിക്കൊരു പ്രശ്നം. പിന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ട്.